ഒരു ലോക വിഷയം ഒരു കഥ പോലെ 7 മിനിറ്റിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന ദില്ലി ദാലിയുടെ പുതിയ പോഡ്കാസ്റ്റ് പരമ്പരയുടെ ഉദ്ദേശം. ആഴ്ചയിൽ 1-2 തവണ ഈ പോഡ്കാസ്റ്റ് കാണും. ആദ്യ ലക്കം അന്വേഷിക്കുന്നത് പാകിസ്ഥാൻ കളിപ്പാവയാണോ കളിക്കാരനാണോ എന്ന വിഷയമാണ്. US, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിൻ്റെ വെടിനിർത്തലിൽ പാകിസ്ഥാൻ്റെ പങ്കാണ് അന്വേഷിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാകിസ്ഥാൻ ഒരു കളിക്കാരനാണോ അതോ അമേരിക്കയുടെ വെറും സന്ദേശവാഹകനോ ദൂതനോ ആണോ? പാകിസ്ഥാൻ ഒരു കളിപ്പാവയാണോ അതോ കളിക്കാരനാണോ? അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ രംഗപ്രവേശം ചെയ്തത്? സാമ്പത്തികമായി ദുർബലമായി കരുതപ്പെടുന്ന, രാഷ്ട്രീയ അസ്ഥിരത ജന്മജാതകത്തിൽ തന്നെ ഉള്ള പാകിസ്ഥാൻ അതിശക്തരായ രാഷ്ട്രങ്ങൾ പിൻവാങ്ങി നിന്ന ഒരു ലോകാന്തരീക്ഷത്തിൽ, ഒരു സംഘർഷാന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരു മധ്യസ്ഥതയുടെ റോളിലേക്ക് കയറിപ്പറ്റിയത്? പാകിസ്ഥാന് ലോക രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുവാനുള്ള ശക്തിയുണ്ടോ? ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ എന്തു റോളാണ് അതിപ്പോൾ നിർവഹിക്കുന്നത്? യുദ്ധം ചെയ്യുന്ന 3 രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമാണോ പാകിസ്ഥാൻ ചെയ്യുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് അന്വേഷിക്കാം. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. ഇറാൻ തിരിച്ചടിച്ചു. പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകമാനം ഈ യുദ്ധം സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം, എണ്ണവില കൂടി, വാണിജ്യ മാർഗങ്ങൾ അടഞ്ഞു, രാഷ്ട്രീയ തിരിവുകളിൽ, ശാക്തിക ചേരികളിൽ വ്യത്യാസങ്ങളുണ്ടായി, വിലക്കയറ്റമുണ്ടായി, ലോകത്തെല്ലായിടത്തും വലിയ തൊഴിലില്ലായ്മ പുതുതായി ഉണ്ടായി. ഇതിനെല്ലാം ഇടയിൽ പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ ഇടപെടുകയായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നില്ല, മറിച്ച് പരസ്പരം യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പാകിസ്ഥാൻ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ റോൾ ഏറ്റെടുത്തത്? നമുക്കത് അന്വേഷിക്കാം. ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ പാകിസ്ഥാൻ്റെ നയതന്ത്ര ലോകത്തെ നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടി വരും. നമുക്കറിയാവുന്നതാണ്, അവർക്ക് അമേരിക്കയുമായി സുദീർഘമായ നീണ്ട ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഒരു സുസ്ഥിരമായ ആരോഗ്യകരമായ ബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇറാനുമായി പാകിസ്ഥാന് ഒരു ഫങ്ഷണൽ ബന്ധവും ഉള്ളതാണ്. ഈ യുദ്ധം ഏറ്റവും സാരമായി ബാധിച്ച പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി, ഗൾഫ് രാഷ്ട്രങ്ങളുമായി വളരെ സുദൃഢമായ നയതന്ത്ര ബന്ധമാണ് പാകിസ്ഥാന് ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ പാകിസ്ഥാനെ ഒരു പ്രത്യേക നിലയിലെത്തിക്കുകയായിരുന്നു ഈ യുദ്ധകാലത്ത്. ഇത് പറയുമ്പോൾ തന്നെ നാം 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ രാഷ്ട്രങ്ങളുടെ ഒന്നും മേൽ നിർണായകമായ സ്വാധീനം ചെലുത്താനുള്ള ശക്തി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അമേരിക്കയാകട്ടെ, ഇറാനാകട്ടെ, ഇസ്രായേലാകട്ടെ, ഇപ്പോൾ യുദ്ധം നേരിട്ട് ബാധിച്ച ഗൾഫ് രാഷ്ട്രങ്ങളാകട്ടെ, ഇവയുടെ ഒന്നും മേൽ നിർണായകമായ സ്വാധീനം ചെലുത്താനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ രണ്ടാമത്തെ സുപ്രധാനമായ കാര്യം, ഈ എല്ലാ രാഷ്ട്രങ്ങളുമായി നേരിട്ട് സംസാരിക്കുവാനുള്ള ബന്ധം പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ നേരിട്ടുള്ള സംഘർഷമുണ്ടാകുമ്പോൾ, യുദ്ധമുണ്ടാകുമ്പോൾ അവർ തമ്മിൽ നേരിട്ട് സംസാരിക്കുവാനുള്ള, സംഭാഷണങ്ങൾ നടത്തുവാനുള്ള എല്ലാ ചാനലുകളും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. നാറ്റോ രാജ്യങ്ങളാകട്ടെ, അമേരിക്കയുമായി നല്ല ബന്ധങ്ങളുള്ള രാജ്യങ്ങളാകട്ടെ, ചൈനയാകട്ടെ, റഷ്യയാകട്ടെ, ഇവരെല്ലാം പിൻവാങ്ങി നിന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു റോൾ നിർവഹിക്കുകയായിരുന്നു. അത് പാകിസ്ഥാൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, പാകിസ്ഥാന് അമേരിക്കയുമായും ഇറാനുമായും ഗൾഫ് രാഷ്ട്രങ്ങളുമായും നേരിട്ട് സംസാരിക്കുവാനുള്ള ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നിലവിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, പാകിസ്ഥാന് യഥാർത്ഥത്തിൽ അതിനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ്. അതാണ് നാം ഇനി അന്വേഷിക്കുവാൻ പോകുന്നത്. ഇവിടെയാണ് പാകിസ്ഥാന് ഒരുപക്ഷെ അസുഖകരമായി മാറാവുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ മധ്യസ്ഥത പാകിസ്ഥാൻ സ്വതന്ത്രമായി നിർവഹിക്കുന്ന ഒരു ചുമതലയാണോ എന്നുള്ളതാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശേഷി
സാമ്പത്തികമായ ശേഷിയോ സായുധമായ ശേഷിയോ നയതന്ത്രപരമായ ശേഷിയോ ശാക്തിക ചേരികളിലുള്ള പ്രാധാന്യമോ പാകിസ്ഥാനുണ്ടോ? പാകിസ്ഥാൻ അമേരിക്കയുടെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണോ എന്നുള്ളത്. ഈ കളിപ്പാവ എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകമെന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ശാക്തിക ചേരികളായി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ സമുച്ചയം ഒന്നുമല്ല ലോകമെന്നുള്ളത്. വളരെ സങ്കീർണമാണ് ഈ ലോകരാഷ്ട്രീയത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നുള്ളത്. അങ്ങനെ കൃത്യമായ ചങ്ങാതികളോ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഒന്നുമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പുതിയ റോൾ പാകിസ്ഥാന് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം കാണാതിരുന്നിട്ട് കാര്യമില്ല. ഈ പ്രാധാന്യം പാകിസ്ഥാന് തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു ചോദ്യമാണ്. പാകിസ്ഥാൻ്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം ഇത് ഒരു താൽക്കാലിക റോളായി അസ്തമിക്കുവാനും സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ വളരെ സുപ്രധാനമായ അടുത്ത ചോദ്യം ഉയരുകയാണ്, എങ്ങനെയാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് എന്നത്. ചൈനയും റഷ്യയും ഇറാൻ അനുകൂലമായ നിലപാടെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇന്ത്യ വളരെ സശ്രദ്ധം പാകിസ്ഥാൻ്റെ ഈ പുതിയ റോളിനെ, നയതന്ത്ര റോളിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ലോകരാഷ്ട്രീയത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലോക ശബ്ദമായിട്ടാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇന്ത്യ ലോകരാഷ്ട്രീയത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉയർന്നു വരുന്ന ശാക്തിക ചേരിയായ ഗ്ലോബൽ സൗത്തിൻ്റെ ഏറ്റവും ശക്തയായ പ്രതിനിധിയായിട്ടാണ്. ഇന്ത്യയുടെ പ്രതികരണം ഒന്ന്, ഒരു സംശയത്തോടെ ഇതിനെ കാണുക. ഇത് പാകിസ്ഥാൻ നടത്തുന്ന യഥാർത്ഥ നയതന്ത്ര ഇടപെടലാണോ അതോ ഇതൊരു വെറും താൽക്കാലിക പ്രതിഭാസമാണോ? ഇനി നമുക്ക് മൂന്നാമത്തെ പ്രതികരണം നോക്കാം. ഇതോടുകൂടി അമേരിക്കയുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധം കൂടുതൽ ശക്തമാകാൻ പോകുകയാണോ? അത് ഇന്ത്യ അടങ്ങുന്ന ഈ ഭൗമ മേഖലയെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ സാമ്പത്തിക ശേഷിയോ സായുധ ശേഷിയോ ആയിരിക്കണമെന്നില്ല പലപ്പോഴും ശക്തി. സംഘർഷത്തിലുള്ള രാജ്യങ്ങളോട് സംസാരിക്കുവാനുള്ള ശേഷി തന്നെ ഒരു ശക്തിയായി മാറിയേക്കാം. ഇപ്പോൾ പാകിസ്ഥാന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് ഒരു താൽക്കാലിക ദൂതൻ്റെ റോൾ മാത്രമായി മാറാം. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, സ്വയം വലിയ കുഴപ്പങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങൾ പോലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പ്രത്യേക പ്രസക്തിയിലേക്ക് ഉയർന്നു നിൽക്കും. എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങളില്ലാതായിരിക്കുന്നു. നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും രണ്ട് തട്ടിലാകുമ്പോൾ ഇത്തരം താൽക്കാലിക ബന്ധങ്ങൾക്ക് അർത്ഥമേറുന്നു. ചൈനയാകട്ടെ, ഇന്ത്യയാകട്ടെ, റഷ്യയാകട്ടെ, അമേരിക്കയാകട്ടെ പരമ്പരാഗത സഖ്യങ്ങളിലൊന്നുമല്ല ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നും നമുക്കറിയാം. ചിതറിയ ഈ ലോകക്രമത്തിൽ നിതാന്ത സൗഹൃദങ്ങളെക്കാൾ പ്രാമുഖ്യം താത്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചില രാജ്യങ്ങൾക്കായി മാറാം. പാകിസ്ഥാൻ ശക്തി ആർജിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല നാം ആലോചിക്കേണ്ട വിഷയം. മറിച്ച് ചിതറിയ ലോകക്രമത്തിൽ ചില താത്കാലിക ശക്തികൾ നമ്മെ അമ്പരപ്പിക്കുന്നുണ്ടോ എന്ന വിഷയമാണ് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റ് പരമ്പരയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി.